എല്ലാവർക്കും കുക്കുത്രീനിയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെജിറ്റേറിയൻ റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു കോവയ്ക്ക ഫ്രൈ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഞാനിവിടെ ഏകദേശം ഒരു 10 കോവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നീളത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. കനം കുറച്ച് മുറിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് കട്ടിയിൽ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്രൈ ചെയ്തെടുക്കുമ്പം ശരിയാവില്ല. ഒരു മീഡിയം സവോള നീളത്തിൽ അരിഞ്ഞത്, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, കുറച്ച് കറിവേപ്പില, 4-5 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് ആ കോവയ്ക്ക അരിഞ്ഞെടുത്തത് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഉപ്പൊക്കെ കോവയ്ക്കയിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അരിപ്പൊടി ചേർക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കോവയ്ക്ക ഫ്രൈ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത്. ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് സവോള, തേങ്ങാക്കൊത്ത്, കറിവേപ്പില, ഇതും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് പച്ചമുളകും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും ഉപയോഗിക്കാം കേട്ടോ. ഈ ഉപ്പും എല്ലാം ഇതിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെക്കാം. അതിനുശേഷം നമുക്കിത് എണ്ണയിൽ വറുത്ത് കോരാം. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. കോവയ്ക്ക മുങ്ങിക്കിടക്കാൻ മാത്രം ഉള്ള എണ്ണ വേണം. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോവയ്ക്ക ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഈ കോവയ്ക്ക ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ തീ ആ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം നമ്മുടെ കോവയ്ക്ക ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ചൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ ഒന്ന് തീ കൂട്ടി ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോവയ്ക്ക ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാനത് മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പിന്നെ ഈ കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കാനാണ് നല്ലത്. ഒത്തിരി നേരമൊന്നും ഇതിൻ്റെ ആ ക്രിസ്പിനെസ് ഇരിക്കില്ല. അപ്പോൾ എല്ലാവരും ഇത് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും ഒക്കെ മറന്നു പോകരുത് കേട്ടോ. വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായിട്ട് വരാം. അതുവരെ ബൈ ബൈ. താങ്ക് യു സോ മച്ച്.